ക്യാരറ്റോ പാൽപ്പൊടി കൂടി ചേർന്നിട്ട് അത്യാവശ്യം നല്ല മധുരവും ഉണ്ട്. കളർഫുൾ പുട്ടോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ നമ്മൾ ഒരു വെറൈറ്റി പുട്ടുണ്ടാക്കാൻ പോവാണ്. ഇന്നത്തെ പ്രിപ്പറേഷൻ ഞാനല്ല, അശ്വതിയാണ്. വെറൈറ്റി ഒരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളും അത് കഴിയുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഓഹോ, അപ്പൊ ആരും ഉണ്ടാക്കാത്തൊരു പുട്ടാണോ? ഉണ്ടാക്കാറുണ്ട്, പക്ഷെ എന്നാലും ഈ രീതിയിൽ ഉണ്ടാക്കാറില്ല. കുഞ്ഞപ്പാ, നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്താലോ? ആ, അപ്പോ കിച്ചണിലെ എല്ലാ ഐറ്റംസും റെഡിയാണ്. ഇന്നത്തെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഫുള്ളും അശ്വതിയാണ്. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കിച്ചണിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ പുട്ടിന് വേണ്ട എല്ലാ ഐറ്റംസും റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഓരോന്നായി പറഞ്ഞോളൂ. ഇതിപ്പോ ചൂടുവെള്ളത്തില് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഉപ്പൊക്കെ ഇട്ട്. ഓക്കെ, ഇനി അടുത്തത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ. പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ പാൽപ്പൊടി കൂടി ആഡ് ചെയ്തേക്കാം കേട്ടോ. ടേസ്റ്റ് വരും. ഓക്കെ, ടേസ്റ്റിന് വേണ്ടിട്ടാന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പാൽപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കുന്നത് കാണുന്നത്. നമുക്കിനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൽപ്പൊടി, പഞ്ചസാര, നെയ്യ്, ക്യാരറ്റ്, തേങ്ങ ഇതൊക്കെയാണോ നമ്മൾ പുട്ടുപൊടിയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അല്ലേ? നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നാ കുഞ്ഞപ്പാ അമ്മച്ചി ഉണ്ടാക്കുന്നത്? എന്നാ സാധന? പാൽപ്പൊടി. അങ്ങനെ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുംകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. മിക്സ് ചെയ്ത് വെച്ച പൊടി ഇതാ. നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നേക്കാളും വ്യത്യസ്തമായിട്ട് ഇച്ചിരി സ്വീറ്റൊക്കെ ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാം. എന്തായാലും കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ പുട്ടുംകുറ്റി ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നേരെ അടുപ്പിലോട്ട് വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ടടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വെന്ത് പറ്റാം കേട്ടോ. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പുട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ പുട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്യാം. നല്ല ചൂടൻ പുട്ട്. അതാ നമ്മുടെ പുട്ട് കുറ്റി. ഇന്ന് നേരെ പുട്ട് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാൻ കേട്ടോ. നല്ല കളർഫുൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കണ്ടോ, നല്ല ആ ക്യാരറ്റിൻ്റെ ഒക്കെ ആ കളർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരറ്റും തേങ്ങയും പാൽപ്പൊടിയൊക്കെ ചേർന്ന നല്ല അടിപൊളി പുട്ടതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കണ പുട്ടാണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സെന്ററിൽ നിന്ന് എടുക്കാം. എടുത്തിട്ടുണ്ട്. സംഭവം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റോ പാൽപ്പൊടി കൂടി ചേർന്നിട്ട് അത്യാവശ്യം നല്ല മധുരവും ഉണ്ട്. സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഓവർ മധുരമല്ല, പക്ഷെ നല്ലതാ. നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു പുട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിനോട് പഴമോ അങ്ങനെ വേറെ ഒന്നും വേണമെന്നില്ല. ഇത് തന്നെ മാത്രമായിട്ട് കഴിക്കാം. കറികളുടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. സംഭവം കൊള്ളാം. അപ്പൊ നമ്മുടെ കുഞ്ഞപ്പനും കൊടുത്തു നോക്കാം. കുഞ്ഞപ്പനും അഭിപ്രായം പറയുന്നതായിരിക്കും എങ്ങനെയുണ്ടെന്നുള്ളത്.
ഉണ്ട് ഇഷ്ടായോ? കുഞ്ഞപ്പനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തത് അശ്വതി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. ഇതാ വെറൈറ്റി പുട്ട് കണ്ടുപിടിച്ച അശ്വതിയും ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. എടുത്തോളൂ. എങ്ങനെയുണ്ട്? ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ പുട്ട്? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പുട്ട്. ഒരു പ്രത്യേകതരം ടേസ്റ്റ്. പാൽപ്പൊടിയും ക്യാരറ്റായി ചേർന്ന പ്രത്യേക ടേസ്റ്റ്. തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. കറിയും അല്ലെങ്കിൽ പഞ്ചസാരയോ പഴമോ അങ്ങനൊന്നും വേണ്ട. ഇത് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിച്ച് ഫിനിഷ് ചെയ്യാം. എന്തായാലും നൈസായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പുട്ടിന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണാൻ ബൈ.